മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ നീവൽ ഫരീഖൈനി മിൻ ഖുർബിൻ വമിൻ അജമി. ഇത് 34-ാമത്തെ വരിയാണ്. ഈ വരിക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. അഥവാ ഇതുവരെ ഇമാം ബൂസൂരി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല വിശേഷണങ്ങളും പറഞ്ഞുകൊണ്ട്, അഥവാ രാത്രിയെ സജീവമാക്കിയ, നിസ്കാരം കൊണ്ട് സജീവമാക്കിയ ആൾ, അതുപോലെ തന്നെ പട്ടിണി കൊണ്ട് വയറ്റത്ത് കല്ലുവെച്ച് കെട്ടിയ അത്രയും ജാഹിദായ ആൾ, അതുപോലെ തന്നെ സ്വർണമലകളോട് പുറംതിരിഞ്ഞു നിന്ന ആൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശേഷണങ്ങൾ പറയായിരുന്നു. എന്നാൽ ഈ 34-ാമത്തെ വരി എത്തുമ്പോഴേക്ക് മുഹമ്മദുൻ എന്ന അവിടുത്തെ പേരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകങ്ങളുടെയും, ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ചക്രവർത്തിയാണ്, നേതാവാണ്. വസ്സഖലൈനി, രണ്ട് വർഗങ്ങളുടെയും അഥവാ ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ്. വൽ ഫരീഖൈനി, രണ്ട് വിഭാഗങ്ങളുടെയും നേതാവാണ്. മിൻ ഉറുബിൻ വമിൻ അജമി, അറബികളും അനറബികളുമായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെയുള്ള എല്ലാ വിഭാഗം, രണ്ട് വിഭാഗം ആളുകളുടെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് സ്വാഭാവികമായും തോന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് 1500 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ അതിന്റെ മുമ്പേ ലോകമുണ്ട്, അമ്പിയാക്കളുണ്ട്, അവരുടെ അനുയായികളുണ്ട്. അപ്പൊ എങ്ങനെയാണ് നേതാവാകുന്നത്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ എല്ലാം മുന്നേ തന്നെ നൂറ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്തയാകുന്ന അവിടുത്തെ നൂറിനെ അള്ളാഹു മുമ്പേ പടച്ചു വെച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെയൊക്കെ മുന്നേ പടക്കപ്പെട്ടയാളാണ്. ആ വസ്തുക്കളുടെയൊക്കെ, അതല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ സംഗതികളുടെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇമാം ബൂസൂരി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്.